ഇന്ന് നമുക്ക് ഒരു പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് കപ്പ തന്നെയാണ്. നല്ല പൊടിയുള്ള കപ്പയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കപ്പ അതിനൊക്കെ നല്ലോണം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ച് കട്ട് ചെയ്ത കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് സാധാരണ നമ്മൾ കപ്പൊക്കെ വേവിക്കുന്ന ആ രീതിക്ക് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ചെറിയുള്ളി കുറച്ച് തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകമാണ് അതും, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഇരിക്കൂട്ടോ. ഇങ്ങനെ ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ആ ഒരു സമയം തന്നെ നമ്മുടെ കപ്പ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്പ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് അങ്ങനെ അങ്ങനെ ഉടച്ചെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച് വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ആ ഒരു ചെറിയുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു കപ്പയൊക്കെ നല്ലോണം ആ ഒരു കപ്പയിൽ നല്ലോണം പിടിക്കുന്ന രീതിയിൽ വേണമെന്ന് ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ അപ്പോഴേ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി ലൂസ് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടായാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ പാൽ മാത്രമായിട്ട് ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു കപ്പയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയമൊന്നും ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വെക്കുക കേട്ടോ. എന്നിട്ട് ഒന്നിങ്ങനെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കുക. നിങ്ങൾക്ക് നല്ലോണം കുറുകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം ഇട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി. അല്ലാതെ കുറച്ചിങ്ങനെ ലൂസായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. നമ്മൾ കപ്പയിൽ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടിയും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പത്തെ ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു സമയം അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറവിടുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം കേട്ടോ. അപ്പോൾ എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ചെറിയുള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്നിങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി തോലോട് കൂടി വേണം കേട്ടോ. അപ്പോൾ തോലോട് കൂടെ തന്നെ നല്ലോണം കഴുകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. തോലോട് കൂടെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്നുമില്ല, നേരെ നമ്മുടെ കപ്പയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ടൊരു 2 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്ത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറിയോ വേറെ ഒന്നും വേണമെന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അധികം ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ.